ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നതിലെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഈ ചാപ്റ്റർ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം 8ലും 9ലും ഒക്കെ ആയിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഉണ്ടായിരുന്ന റിലേറ്റീവ് വെലോസിറ്റി പോലെയുള്ള ചില ടോപ്പിക്കുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ടും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതിലെ ബേസിക് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ഓൾറെഡി എല്ലാ കുട്ടികൾക്കും തന്നെ അറിയാവുന്ന ഒന്നാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഈ പോയിൻറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബി വരെ വരണം. അപ്പം ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു. ഈ ഒരു പാത്ത് വഴിയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ഒന്നാമത്തെ പാത്ത് 1. അതിൽ ആ കുട്ടി ട്രാവൽ ചെയ്ത ദൂരം ഒരു 15 കിലോമീറ്റർ ആണെന്ന് കരുതുക. 15 മീറ്റർ മതി. 15 മീറ്റർ ആണെന്ന് വിചാരിക്കാം. വെറുതെ ഇട്ട് കൊടുക്കുന്ന നമ്പറാണ്. ആ നമ്പറിൻ്റെ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കേസിൽ ആ കുട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് സ്വീകരിച്ചിരിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് സ്വീകരിച്ചെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പാത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരുന്നു. അവിടെ ആ കുട്ടി ട്രാവൽ ചെയ്ത ദൂരം 6 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു തേർഡ് കേസ് നമ്മൾ നോക്കുന്നു. കുട്ടി ഇതുവഴിയെല്ലാം കറങ്ങി തിരിഞ്ഞ് ബിയിൽ വന്നെത്തുന്നു. ഇത് മൂന്നാമത്തെ പാത്ത്, തേർഡ് പാത്ത്. ഇതിൽ ആ കുട്ടി ട്രാവൽ ചെയ്യുന്ന ദൂരം 20 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3 പാത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കേസിൽ ആ കുട്ടിയുടെ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ ആണ്. സെക്കൻഡ് കേസിൽ 6 മീറ്റർ ആണ്. തേർഡ് കേസിൽ 20 മീറ്റർ ആണ്. അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഏതൊരു ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ ലെങ്തിന് വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. പാത്ത് ലെങ്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ആ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് മീറ്റർ ആണ്. അതിൻ്റെ യൂണിറ്റ് അപ്പം മീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ നമുക്കിനി അടുത്തൊരു സിറ്റുവേഷനിലേക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 പാത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പാത്ത് ഏതായിരുന്നു? അല്ലെ കുറവ് ദൂരം ട്രാവൽ ചെയ്ത് ഏതായിരുന്നു? ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഈ രണ്ടാമത്തെ പാത്തിൽ കൂടി പോയപ്പോഴാണ് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ദൂരത്തിൽ കൂടെ സഞ്ചരിച്ചിരിക്കുന്നത് സെക്കൻഡ് കേസിലാണ്. അതായത് എയ്ക്കും ബിക്കും ഇടയിലുള്ള അകലം ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞത്? 6 മീറ്റർ. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെ വരും? മീറ്റർ തന്നെ വരും. അപ്പം നമുക്ക് ഇനി ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പം ഏത് കേസ് എടുത്താൽ, ഇപ്പോൾ ഈ 3 കേസിൽ ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുത്തു. ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 15 മീറ്റർ ആണ്. ഒന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 6 മീറ്റർ. സെക്കൻഡ് കേസ് എടുത്താലോ അവിടെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്താണ്? ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ ലെങ്ത് ആണ്. അത് 6 മീറ്റർ തന്നെയാണ്. 6 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഈക്വൽ ടു അതും 6 മീറ്റർ തന്നെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇനി തേർഡ് കേസ് എടുത്ത് നോക്കിക്കേ. തേർഡ് കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? പാത്ത് ലെങ്ത് 20 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള അകലം തന്നെയല്ലേ? അതെത്രയാണ്? 6 മീറ്റർ തന്നെ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഏത് പാത്ത് തിരഞ്ഞെടുത്താലും
ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ പൊസിഷനെ ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അത് ഏത് ഈ കേസ് എടുത്താലും ഈ കേസ് എടുത്താലും ഈ കേസ് എടുത്താലും ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ എന്തേ കിട്ടുകയുള്ളൂ? 6 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നുള്ളത്. ഇനി നമ്മൾ ഇതിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇത് യഥാർത്ഥത്തിൽ എയും ബി എന്ന് പറയുന്ന പൊസിഷനാണ്. പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് ആണ്. അപ്പോൾ എക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് x1 എന്ന് ഇതിനെ ബി എ x2 എന്ന് കൊടുത്തെന്ന് കരുതുക. അങ്ങനെയാണ് എന്ത് വരും? x2 മൈനസ് x1 എന്ന് എഴുതാം. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം മറ്റൊരു രീതി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ആദ്യത്തെ സമയം, അതായത് t=0യിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എ ആണ്. t=0 എന്നുള്ളതിന് നമ്മൾ x(0) എന്ന് കൊടുക്കുന്നു. ഇനി ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, ഒരു t സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പൊസിഷൻ, അതാണ് ബി എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അതിനെ xt എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം 3 ശരി തന്നെയാണ്. xt മൈനസ് x0 പല രീതിയിൽ പല ബുക്കുകളിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ പറയുന്നുണ്ട്. ഫൈനലിൽ നിന്ന് ഇനീഷ്യലിലേക്കാണ് നമ്മളിത് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കൃത്യം ഡയറക്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെ കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ, ഒരു ക്വാണ്ടിറ്റിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഡയറക്ഷനും കൂടി ആവശ്യമാണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു. എന്നാൽ ഡിസ്റ്റൻസ് എന്താ? ജസ്റ്റ് പാത്തിൻ്റെ ലെങ്താണ്. അത് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പാത്തിൻ്റെ ലെങ്ത് മാത്രമേ നോക്കുന്നുള്ളൂ. സോ ഡിസ്റ്റൻസ് എങ്ങനെയുള്ളതാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാറും വെക്ടറും ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്വാണ്ടിറ്റിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ രണ്ടും ഉൾപ്പെടെ പറയുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാവുന്നതെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാം ഇതിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണെന്ന്. അതായത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്ന ഒരു കാറ് ഇവിടുന്ന് ട്രാവൽ ചെയ്യുക, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഒരു സർക്കുലാർ പാത്തിൽ കൂടെ മൂവ് ചെയ്ത് തിരിച്ച് എയിൽ തന്നെ തിരികെ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് തന്നെ വരത്തില്ലേ? ഇതിൻ്റെ റേഡിയസിനെ നമ്മൾ r എന്ന് വിളിച്ചാൽ എന്തായിരിക്കും? 2πr ആയിരിക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ്, കവർ ചെയ്തേക്കുന്ന ദൂരം. ഇനി സെക്കൻഡ് കേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിക്കേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും എങ്ങനെയാണ്? സെയിം തന്നെയാണ്. ഫൈനലും ഇനീഷ്യലും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫൈനലും ഇനീഷ്യലും സെയിം പൊസിഷനാണ്, എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത. അതിന് പോസിറ്റീവ് വാല്യൂസോ നെഗറ്റീവ് വാല്യൂസോ അതുപോലെ തന്നെ 0യോ ആകാം. പക്ഷേ ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പറ്റത്തുള്ളൂ.